അയ്യോ, എന്താ മോളെ, എന്തു പറ്റി? എന്താ നീ വിഷമിച്ചിരിക്കുന്ന മോളെ? ഒന്നുമില്ല അച്ഛാ. എന്താ പറ്റിയെന്ന് നീ അച്ഛനോട് പോലും പറയില്ലേ? എനിക്ക് ഈ കല്യാണത്തിന് പോവാൻ ഇഷ്ടമല്ല അച്ഛാ. അങ്ങനെയൊന്നും പറയില്ലേ മോളെ. ഇതും നമ്മുടെ വീട്ടിലെ നല്ല കാര്യം തന്നെയല്ലേ. നമ്മൾ തന്നെ വിഷമിച്ച് മാറിയിരുന്നാ പിന്നെ ഒരു കാര്യവും നടക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പാടുന്നു. നീ ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലേ മോളെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ശരി ശരി എന്നും പറഞ്ഞ് അങ്ങ് തലയാട്ടിയേക്കണം. എന്ന് വെച്ച് അവരെത്ര അപമാനിച്ചാലും മിണ്ടാതെ നിൽക്കണോ? എന്താ എന്ത് ചെയ്തെന്നാ പറയുന്നേ? വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാറിൽ സ്ഥലമില്ലാത്തതിന് അവരെന്ത് ചെയ്തു? ഓ, ഇതായിരുന്നോ കാര്യം? ഇതിനൊക്കെ നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ മോളെ? കാറിൽ പോകുന്നത് അത്ര വലിയ കാര്യാന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാറിൽ അത്ര സുഖം എന്താ ഉള്ളത്? അത് വെറും 4 ചക്രമുള്ള ഒരു തീപ്പെട്ടി പോലെയല്ലേ മോളെ. ഇത്ര ആളുകളെയും കൊണ്ടുപോകുന്ന ബസ്സിനേക്കാൾ കാർ എന്താ അത്ര വലുതാണോ? എന്നാലും ആ കാറിന്റെ വില എത്രയായിരിക്കും? കൂടിപ്പോയ 5-10 ലക്ഷം. ഈ ബസ്സിന്റെ വില എത്രയാണെന്നറിയാമോ? ഏകദേശം ഒരു 40 ലക്ഷം വരും. കാറിലാണെങ്കിൽ കാല് നീട്ടിയിരിക്കാൻ സ്ഥലം കാണൂല. ഇരിക്കുന്നിടത്ത് തന്നെ ഞെരുങ്ങിയിരിക്കേണ്ടി വരും. പക്ഷെ ബസ്സിലാണെങ്കിലോ നടക്കാം, ഇരിക്കാം, സുഖമായിട്ട് ഓടി നടക്കാം. നിനക്ക് ഡാൻസ് കളിക്കാം, കിടന്നുരുളാം, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മോളെ, ആ കൊച്ചു കാറ് കാലുകൊണ്ട് ബ്രേക്ക് ഇട്ടാ മാത്രമേ നിൽക്കൂ. പക്ഷെ ഈ വലിയ ബസ് അച്ഛനൊരു വിസിലടിച്ചാ മതി, ഒറ്റയടിക്ക് തന്നെ പേടിച്ചങ്ങ് നിന്നോളൂ. എന്താ നിനക്കത് കാണണോ? ഇപ്പൊ കണ്ടോ ആരാ ഞാനെന്ന്? ചേട്ടാ ക്ഷമിക്ക്, ഇത് എനിക്ക് വേണ്ടി അടിച്ചതാ. വണ്ടി പോക്കോട്ടെ. ഇപ്പൊ പറ, കാറാണോ അതോ ഈ ബസ്സാണോ വലുത്? ബസ് തന്നെയാ അച്ഛാ. ആ, അത് തന്നെ. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? നിനക്കെല്ലാം ഓക്കെ ആയോ? ഇടിക്കുമോള്. നല്ല കാര്യത്തിന് പോകുമ്പോ മുഖം വീർപ്പിച്ച് പോകാൻ പാടില്ല. ചിരിച്ച് സന്തോഷത്തോട് വേണം പോവാൻ. എന്താ അമ്മേ, എന്തു പറ്റി? എന്റെ അനിയത്തിയും മക്കളും ഇതുവരെ എത്തിയില്ലല്ലോ. ഞാൻ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു. കാറിൽ കൊണ്ടുവരാൻ സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവരോട് ബസ്സിൽ വരാൻ പറഞ്ഞു. പത്മേ, നിങ്ങൾ ഇവിടെ എന്തെടുക്ക? ഹായ് വിക്രാന്ത്, ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂമൊക്കെ എവിടെയാ റെഡി ആയിരിക്കുന്നത്? കാണിച്ചു തരായിരുന്നു, പക്ഷെ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. റൂമുകളുടെ കാര്യം എങ്ങനെയാ, എവിടെയാ, എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. സുഹാസിനി, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ അനിയത്തിയും മക്കളും വരുന്നതുവരെ ഒരല്പനേരത്തേക്ക് ചടങ്ങുകൾ തുടങ്ങരുത്. അത് സാരമില്ല പത്മേ. അടുത്ത ബന്ധുക്കളാകുമ്പോ അവരെ ഒഴിവാക്കി ചടങ്ങുകൾ നടത്തുന്നത് ഒട്ടും ശരിയല്ല. അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അധികം ദൂരമൊന്നുമില്ലല്ലോ ഇങ്ങോട്ടേക്ക്. പെട്ടെന്ന് തന്നെ എത്തും. അയ്യോ, ഈ റിസോർട്ട് വളരെ ഉള്ളിലേക്കാണല്ലോ. മെയിൻ റോഡിലാണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ല. അവരെങ്ങനെ ഇവിടെ വരും? വേദാന്ത്, നോക്കു മോനെ, ബസ് സ്റ്റോപ്പിൽ ഇവരുടെ സഹോദരിയും മക്കളും കൂടെ വരുന്നുണ്ടെന്ന്. നീ പോയി അവരൊന്ന് വിളിച്ചിട്ട് വരുമോ? ഞാനോ? വേദാന്ത്, അവര് വരാൻ ലേറ്റ് ആയ ചടങ്ങുകൾ ലേറ്റ് ആവും. പിന്നെ ഒന്നിനു പുറകെ ഒന്നായി എല്ലാ ചടങ്ങുകളും താമസിക്കും. നീ ഒന്ന് വേഗം പോയി വിളിച്ചോണ്ട് വാ. ആന്റി ഒന്നും ടെൻഷൻ അടിക്കണ്ട. അവരെന്താ കൊച്ചുകുട്ടികളാ? ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടെങ്കിൽ വന്നോളൂ. അതെങ്ങനെ ശരിയാകും? നമ്മുടെ റിലേറ്റീവ്സിനെ നമ്മൾ തന്നെ പോയി റിസീവ് ചെയ്തുകൊണ്ട് വരണം, അങ്ങനെയല്ലേ? എന്റെ കാറിൽ അത്ര പേരൊന്നും കയറ്റാൻ പറ്റില്ല. നീ എന്താ അങ്ങനെ പറഞ്ഞത് വേദാന്ത്? നമുക്ക് സ്വന്തമായിട്ട് 5 കാറാണുള്ളത്. അത് മാത്രമല്ല, കല്യാണത്തിന് വേണ്ടി 15 കാറാണ് റെന്റിനെടുത്തത്. അതിലേതെങ്കിലും ഒരു വലിയ കാറ് കൊണ്ടുപോയി അവരെ വിളിച്ചോണ്ട് വാ. അങ്ങനെ ചെയ്യുന്നതിന് എന്താ ഇപ്പൊ പ്രശ്നം? അതല്ല ഞാനൊന്ന് ചേട്ടിങ് വാ, വന്നേ പറയാം. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളെ കാര്യം തന്നെ എന്നെ ഏൽപ്പിക്കുന്നേ. നീ പൊക്കോ, എനിക്കൊന്നും പറ്റില്ല. വാട്ട് ഈസ് ദിസ് വേദാന്ത്? മുത്തശ്ശി പറഞ്ഞ കാര്യമല്ലേ? അതനുസരിച്ചില്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരോ. നിനക്കിനി ഒറ്റയ്ക്ക് പ്രശ്നമാണെങ്കിൽ ഞാനും കൂടെ വരാം. എന്താ?
കൂടെ ആര് വന്നിട്ട് എന്താ കാര്യം? അത്രയും പെണ്ണുങ്ങളെ എന്റെ കാറിലേക്ക് കുത്തി നിറച്ച തന്നെ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. എന്റെ വിധി. വാ. ഞാൻ പെണ്ണുങ്ങളെ വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ലോ. ഛേ, ഇന്ന് ആരെയാവോ കണി കണ്ടത്? ഹലോ അഗ്രജ. എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു പോയ പിയനും കാണാനില്ല. അവനെ വിളിക്കാന്ന് വെച്ച നമ്പറും കയ്യിലില്ല. ഈ ദാരിദ്ര്യം പിടിച്ച ഫോണ് കളയാന്ന് വെച്ചാ എന്റെ ഫോൺ എവിടെയെന്ന് ചോദിച്ചാൽ അവള് വന്ന് ബഹളം ഉണ്ടാക്കും. എന്താ ചേട്ടാ ഇത്? അപ്പൊ സൈക്കിൾ ഗ്യാപ്പിൽ നീയും സ്വപ്നം കാണാൻ തുടങ്ങിയല്ലേ? ഞങ്ങളെല്ലാം സ്വപ്നത്തിൽ ഡ്രീം ഗേളിനെ കാണും. നീയാണെങ്കിൽ ഈ മൊബൈലിൽ നോക്കി നോക്കിയിരുന്നല്ലേ സ്വപ്നം കാണുന്നത്? നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ്ട. ലേഡീസ് ഗ്യാങ് എത്തിക്കഴിഞ്ഞു. 1 2 3 4. അവസാനം എന്റെ സ്വപ്ന സുന്ദരി കൺമുമ്പിലെത്തി. നിക്ക് 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 നിക്ക്. എന്താ ഇത്? എന്താ കാണിക്കുന്നത്? ഇത്രയധികം ഭാരം ഒരാളുടെ കയ്യിലാണോ കൊടുക്കുന്നത്? ഇങ്ങതാ. ഹലോ, ഇത് ഞങ്ങളുടെ അച്ഛനാ. നിങ്ങളാരാ? അച്ഛനാണോ? അമ്മാവാ, സുഖമാണോ? കളക്ഷൻ ഒന്ന് കൂടുതലുണ്ടോ? അമ്മാവനോ? മക്കൾക്ക് ആർക്കും കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഇവൻ അമ്മാവാന്ന് വിളിച്ച് ഫ്യൂച്ചറിലേക്ക് പോയിന്ന് ചിന്തിച്ചോ? ഡോണ്ട് വെറി, ഞങ്ങൾ പെൺവീട്ടുകാരാ. നിങ്ങൾ എല്ലാവരും കൂട്ടിക്കൊണ്ടുപോകാനാ വന്നേ. ഓ അതെയോ? എന്നാ പിടിച്ചോ. എന്താ അമ്മാവാ, കല്യാണമായിട്ട് ഇന്നും ഡ്യൂട്ടിയിൽ തന്നെയാണോ? അങ്ങോട്ട് വരുന്നില്ലേ? അയ്യോ, ഇന്ന് ലീവ് കിട്ടിയില്ല മോനെ. കല്യാണത്തിന് വന്നേക്കാം. അത് പിന്നെ നിങ്ങളെപ്പോലെ മുതിർന്നവർ അനുഗ്രഹിച്ചാൽ ഭാവിയിൽ 4 കുട്ടികളുണ്ടാവും. 4 നല്ല കുട്ടികളുണ്ടാവുന്നതല്ലേ വലുതമ്മാവ? അങ്ങനെയല്ല അങ്ങനെയല്ല, നന്നായിട്ട് ജീവിക്കണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അമ്മാവാ, നിങ്ങൾ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഇവരെല്ലാവരും സേഫ് ആയിട്ട് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മാവൻ വിസിലൊതുക്കോ? ശരി മോനെ, നന്നായി വരട്ടെ. പ്രമി, സൂക്ഷിച്ചു പോണേ. സന്തോഷമായിട്ട് പോയിട്ട് വാ. അമ്മാവാ, നിങ്ങൾ സൂക്ഷിച്ചോ. ഫുട്ബോളിൽ നിൽക്കാൻ പാടില്ല. ഞാനിവിടെ ഉണ്ട്, ഒന്നിനും ടെൻഷൻ അടിക്കണ്ട. മക്കളെല്ലാം അച്ഛനെ ബോർഡറിൽ യുദ്ധത്തിൽ അയക്കുന്ന പോലെയാണല്ലോ ടാറ്റ കൊടുക്കുന്നത്. ഹായ് അമ്മായി, ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മു, വല്യമ്മയെ വിളിച്ചിട്ട് നമ്മൾ എങ്ങനെയാ വരേണ്ടതെന്നൊന്ന് ചോദിച്ചേ. മേഡം, ഞാൻ ഇത്ര നേരം നിങ്ങളോട് സിനിമ കഥയാണോ പറഞ്ഞത്? നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഞങ്ങളുടെ സർവീസ് കുറച്ച് വലുതാണ്. അങ്ങനെയാണോ? എന്നിട്ട് നിന്റെ കാറല്ലാതെ ഇവിടെ വേറൊന്നും കാണുന്നില്ലല്ലോ മോനെ. ഓഹോ, ഡൗട്ടാണോ? കൂടെ വന്നയാള് നല്ല ബിസിയാ. ഇതേ നോക്ക്, ഫോണിൽ കളിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇയാളെ കണ്ടിട്ട് എന്തോ ഒരു കള്ള ലക്ഷണമുണ്ട്. നീ ഒന്നും മിണ്ടായിരിക്കെ. ശരി വാ, അടുത്ത് എവിടെയെങ്കിലും ഓട്ടോ കിട്ടുമെന്ന് നോക്കാം. ഈ പെണ്ണുങ്ങൾക്ക് എന്ത് പറഞ്ഞാലും സംശയമാണല്ലോ. ഹലോ 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 ഹലോ, ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ വലിയമ്മയുടെ പേര് പത്മ എന്നല്ലേ? ചേട്ടന്റെ പേര് സാർത്ഥക് എന്നല്ലേ? നിങ്ങളുടെ ചേട്ടൻ കല്യാണം കഴിക്കുന്നത് എന്റെ അനിയത്തിയാണ്. ഇപ്പോഴെങ്കിലും വിശ്വാസമായോ? അവര് പറഞ്ഞിട്ടാ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതങ്ങ് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ മോനെ? എല്ലാ കാര്യവും പറഞ്ഞതിന് ശേഷം ഇനി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ നടക്ക് നടക്ക്, ഇതാ കാറി കയറി. അമ്മേ, ഈ ബാഗിന് നല്ല വെയിറ്റ്, എനിക്ക് പിടിക്കാൻ വയ്യ. നിക്കേ. അടിവയറ്റില് മഞ്ഞ് കോരിയിടുന്ന സുഖമെന്ന് ആരോ പറഞ്ഞത് ഇതിനെയായിരിക്കും അല്ലേ? പ്രേമിക്കുന്ന പെണ്ണ് നമ്മളെ നോക്കി ചിരിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നുമില്ല. ഒന്നും പറഞ്ഞില്ല. ഞാനുള്ളപ്പോ നിങ്ങൾ എന്തിനാ ഈ വെയിറ്റ് ഒക്കെ എടുക്കുന്നേ? ഇങ്ങതാ, ഞാൻ എടുക്കാം. നിങ്ങളോട് റോങ് നമ്പറാന്ന് പറഞ്ഞില്ലേ? ഫോൺ വെക്കേ.
ഹലോ, ആരെയും സംസാരിക്കുന്നേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ ഡ്രൈവർ ആണെങ്കിലേ ഫുൾ ടൈം ഫോണിലാ. ഏത് നേരം ഫോൺ വിളിച്ചോണ്ടിരിക്കും. നോക്ക്, ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. ജോലിയൊക്കെ ചെയ്യുന്നത് ഞാനും. ശരി, പോയി ആ പണി ചെയ്യേ. രാവിലെ എണീച്ച് എല്ലാവരും വീട്ടിലേക്ക് വാ. ഉപ്പേരി, മുറുക്ക്, അച്ചപ്പം, അച്ചാറ്, അരിപ്പൊടി എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. എന്താ ഓക്കെ അല്ലേ? ഫോൺ വെക്കേ. ചേച്ചി, ഡ്രൈവർ സൈഡ് ബിസിനസ് ചെയ്യുന്നുണ്ട്. സീസൺ അല്ലേ, ഏതോ ഒരു ഓർഡർ പിടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു. എല്ലാവരും വരട്ടെ, നീ ഇവിടെ ഇരിക്കും. നമുക്ക് വേണ്ടവരെല്ലാരും കിട്ടിക്കഴിഞ്ഞു ചേട്ടാ. ഫോൺ വിളിയെല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്കങ്ങ് പോയാലോ? എന്ത് പറയുന്നു? ഹലോ 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 ഹലോ, ഒരു മിനിറ്റ് കേറിക്കോ. ഞാൻ സഹായിക്കണോ? വിക്രാന്ത്, വിക്കി, അതാ എന്റെ പേര്. ശരി, സീറ്റ് ശരിയാക്കി തന്നെ എനിക്ക് ഇരിക്കായിരുന്നു. ഓ, ആണല്ലേ. ഒരു മിനിറ്റ്, പേര് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ മോനെ, ആ ഡിക്കി അടയ്ക്കാൻ പറ്റുന്നില്ല. ആ ശരി അമ്മായി, നിങ്ങളിരുന്നോ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആക്ച്വലി ഞങ്ങൾ നിനക്ക് വേണ്ടി ഇപ്പൊ വെയിറ്റ് ചെയ്തത്. ആ ഗ്യാപ്പിൽ ഒരു സേവനം ചെയ്യാന്ന് വിചാരിച്ചു. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ, പുള്ളി മാനേ, മാനേ. എങ്ങനെയെങ്കിലൊക്കെ വലിഞ്ഞു കയറി വന്നോളൂ. പ്രമി, ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ കാറ് കയറിയില്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തിട്ട് അവിടുന്ന് പോകുന്നത്. അയ്യോ ചേച്ചി, അതിന് ചേച്ചി ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങള് ബസ്സിൽ സമാധാനമായിട്ടാ വന്നത്. എന്നാലും അത് ശരിയായില്ല. അകന്ന ബന്ധുക്കളെല്ലാം കാറിൽ വന്നു. നീ എന്റെ സ്വന്തം അനിയത്തിയായിരുന്നിട്ടും ബസ്സിൽ വന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇത് വിഷമിക്കേണ്ട സാഹചര്യം ഒന്നും അല്ലല്ലോ ചേച്ചി. മോന്റെ കല്യാണമാണ്. സന്തോഷമായിട്ടിരിക്കെ. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് വിട്ടേക്ക് ചേച്ചി. ഇത് നിന്റെ നല്ല മനസ്സാ പ്രമി. ശരി, പോട്ടെ. റൂമിന്റെ കാര്യമൊക്കെ റെഡിയാണ്. കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക്. എന്നിട്ട് ചടങ്ങിന് വന്നാ മതി. മനസ്സിലായോ? അമ്മായി, നിങ്ങൾ ആരും പേടിക്കണ്ട. ഗസ്റ്റുകളെല്ലാം റൂമിൽ എത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. മുറി എവിടെയാണ്, മുറിയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം.
പിന്നെ പ്രമി, ഈ പയ്യന്റെ പേര് വിക്രാന്ത് എന്നാ. എന്റെ മരുമകൾ ആദ്യയില്ലേ, അവളുടെ രണ്ടാമത്തെ ചേട്ടനാ. പേരറിയില്ലായിരുന്നു. പക്ഷെ നല്ല പരിചയമുള്ളവരെ പോലെ ഇവിടെ വരെ ഞങ്ങളോട് സംസാരിച്ചാ വന്നത്. വളരെ നല്ല പയ്യനാ. ഏയ് പ്രമീള, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? സുഖം തന്നെയല്ലേ? ആ, സുഖമായിരിക്കുന്നു. ആ, നിന്റെ ഭർത്താവിന്റെ ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു. നീ വന്നോ ഇല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ആൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. നിനക്ക് സുഖമാണോ? അമ്മായി, നിങ്ങൾ ആദ്യം ഫ്രഷ് ആവ്. ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം. നിങ്ങൾക്ക് മുറി കാണിച്ചു തന്നിട്ട് വേണം എനിക്ക് പോകാൻ. ഞങ്ങൾ എന്തിനാ ഇനി ഫ്രഷ് ആകുന്നേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവർക്ക് റൂം കാണിച്ചു കൊടുക്ക്, ഞാൻ പിന്നെ വരാം. ശരി ശരി, എന്റെ കൂടെ നിങ്ങൾ വന്നോ. ആ, പിന്നെ എന്തൊക്കെയുണ്ട് സരോജ? നിനക്ക് എത്ര മക്കളാന്ന് പറഞ്ഞേ? 2 പേരും. ആ, ആണോ പെണ്ണോ? ഇത് സത്യത്തിൽ ഒരുപാട് വലിയ സ്ഥലമാ. നോക്ക്, ഒരു ഹോളിൽ തന്നെ എത്ര ഡോർ ഉണ്ടെന്ന്. ഈ വഴി പോയാൽ എവിടെ എത്തുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതാ സത്യം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഞങ്ങൾക്ക് പോവാനൊക്കെ അറിയാം. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ ആൺവീട്ടുകാരാണ്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. നിങ്ങൾക്കിനി എന്ത് വേണേലും എന്നോട് ചോദിക്കാം. മനസ്സിലായോ? എന്ന് പറയുമ്പോ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ 2 സൈഡിലായിട്ട് നടക്കണോ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നടക്കൂലല്ലോ. എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. ഈ കല്യാണത്തിന്റെ മുഴുവൻ ചുമതല എന്റെ തലയിലാണല്ലോ. പിന്നെ ഞാനെങ്ങനെ നിങ്ങളുടെ കൂടെ നടക്കുന്നു പറഞ്ഞതാ. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാവുന്ന എനിക്കാ. കല്യാണം വീടാകുമ്പോ ചോദിക്കാനും പറയാനും ഒരുപാടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എനിക്കൊരു മിസ് കോൾ തന്നാ മതി. ഞാൻ അപ്പൊ തന്നെ എത്തും. മിസ് കോൾ അടിക്കാനുള്ള നമ്പർ ഇല്ലെന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഇതാ പിടിച്ചോ, 9811. അതൊന്നും വേണ്ട, നമ്പറിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ ടിപ്പിക്കലായിട്ടുള്ള നല്ല പെൺകുട്ടിയാണെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് ബിരിയാണിയേക്കാൾ ഇഷ്ടം ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ചോറും കറിയും ഒക്കെയാണ്. ഹലോ, എന്താ നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നത്? റൂം കാണിക്കുന്നുണ്ടോ ഇല്ലയോ? അയ്യോ, എന്നാ വാ. വന്ന കാര്യം അതായിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. വന്നേ വാ. വായിച്ചി. പ്രമി, ഈ സാരി ആദ്യക്ക് അവര് കൊടുത്തതാ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കി. ഇത് ആദ്യക്ക് വേണ്ടി ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ. നല്ല ഭംഗിയുണ്ട് ചേച്ചി. എനിക്ക് ഈ കളർ നന്നായിട്ട് ഇഷ്ടമായി, അതുകൊണ്ടാ എടുത്തേ. പ്രമി, നിനക്ക് ഞാൻ സാരി തന്നില്ലായിരുന്നോ? അതിൽ തന്നെ ബ്ലൗസ് പീസും ഉണ്ടായിരുന്നു, നീ കണ്ടോ? ഓ, എന്നേ തയ്പ്പിച്ചു. അത് തന്നെ ഉടുക്കണേ. വരൂ ഇരിക്കമ്മേ. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അത് നോക്കാനായിട്ട് ഞാൻ വന്നതാ. എല്ലാം വളരെ നന്നായിട്ടുണ്ടമ്മേ, ഒരു പ്രശ്നങ്ങളും ഇല്ല. അതെനിക്കറിയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. ഞങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷനൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. ഇത് ആദ്യയുടെ മുത്തശ്ശിയാ, വൈജയന്തി അമ്മ. അമ്മേ, ഇതെന്റെ അനിയത്തിയാ പ്രമീള. നമസ്കാരം. നിങ്ങൾ ഇങ്ങനെയാണ് പൂ കെട്ടുന്നതെങ്കിൽ അത് വാടി തുടങ്ങുമ്പോ താഴെ വീണു പോവും. പകരം ഇങ്ങനെ നൂലെടുത്ത് ഇങ്ങനെ ഒരു ചുറ്റി ഇങ്ങനെ ഒരു കെട്ടും കൂടി കെട്ടിയ പിന്നെ എന്ത് വന്നാലും പൂവ് താഴെ വീഴില്ല. പെണ്ണേ, പൂ കെട്ടുന്ന പെണ്ണേ, ഇങ്ങോട്ട് വാ. ആ മുത്തശ്ശി, നീ ആള് കൊള്ളാലോ പെണ്ണേ. ഇപ്പോഴത്തെ കാലത്തും നിനക്ക് പൂ കെട്ടാനൊക്കെ നന്നായിട്ട് അറിയാലോ. ഇപ്പൊ കൊറേ പിള്ളേരുണ്ട്, ഒന്നിനും നന്നായിട്ട് മുടി കെട്ടാൻ പോലും അറിയില്ല. എല്ലാം എനിക്ക് അമ്മ പറഞ്ഞു തന്നതാ മുത്തശ്ശി. ഓ, ഇതാരാ, നിന്റെ മോളാണോ? അല്ലമ്മേ, എന്റെ മോള് മുകളിലത്തെ റൂമില് റെസ്റ്റ് എടുക്ക. ഇത് ഇവളുടെ മോളാ. നല്ല കാര്യം മോളെ. ഇവൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുഖത്താണെങ്കിൽ നല്ല ഐശ്വര്യമുണ്ട്. അപ്പൊ പിന്നെ ഇവളുടെ കല്യാണം? അമ്മേ, ഇതുവരെ നടന്നില്ല. ഞങ്ങളും തേടുന്നുണ്ടമ്മേ. ഏതെങ്കിലും നല്ല പയ്യന്മാരുണ്ടെങ്കിൽ പറയണേ, ഞങ്ങൾക്ക് ഉപകാരമായേനെ. അതിനിപ്പോ എന്താ, നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടി ആണുങ്ങൾ ഇങ്ങോട്ട് വന്ന് ക്യൂ നിൽക്കുമല്ലോ. ഓ, നോക്ക്, ഞാൻ വന്ന കാര്യം തന്നെ മറന്നുപോയി. അത് പിന്നെ, പെണ്ണിന് നിങ്ങൾ എത്ര പവന്റെ താലിയാ ഇടുന്നത്? സാരിയും സ്വർണവും എല്ലാം കൂടി എത്രയായി? അമ്മേ, 10 പവന്റെ ലോങ് നെക്ലേസ് താലിമാല ഉണ്ടാക്കിയത്. അതെന്തായാലും നന്നായി. ശരിയായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കിയത്? മാത്രമല്ല, എല്ലാ ചടങ്ങിനും കൊടുക്കാൻ പട്ടുസാരി തന്നെ വാങ്ങിയിട്ടുണ്ട്. കാഞ്ചീപുരം, ബനാറസ്, മൈസൂർ സിൽക്ക് എല്ലാം കോസ്റ്റ്ലി ആയിട്ടാ വാങ്ങിയത്. മുഹൂർത്തത്തിനുള്ള സാരിയിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായി. കാലത്തിനനുസരിച്ച് മാറണം. അത് തന്നെയാണല്ലോ ആളുകൾക്ക് വേണ്ടത്. ഇതൊന്ന് നോക്കിയേ. ഇതിലെ ഓരോ കാശും ഓരോരോ ഗ്രാമുണ്ട്.
അത് പിന്നെ ആദിക്ക് നിങ്ങള് കാശിന്റെ നെക്ലേസ് വാങ്ങിച്ചോ? വാങ്ങണമെന്ന് തന്നെയാ കരുതിയമ്മേ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഓൾഡ് ഫാഷനോട് ഒട്ടും താല്പര്യമില്ല. അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. അതിട്ടില്ലെങ്കിലും സാരയില്ലായിരുന്നു. അത് വാങ്ങി വീട്ടിൽ വെക്കായിരുന്നില്ലേ? എന്താ പിള്ളേരെ, എന്താ കാര്യം? ചേച്ചി, നീ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിൽ ഇങ്ങനെ ഒരു മുത്തശ്ശി ഉണ്ടാവാനേ പാടില്ല. വന്ന ഉടനെ സ്വർണത്തിന്റെ കാര്യം എടുത്തിട്ട് നോക്ക്. അത് ശരിയാ ചേച്ചി. എനിക്ക് തന്നെ ഒരു നിമിഷത്തേക്ക് ചെക്കന്റെ വീട്ടുകാർ അവരാണോ നമ്മളാണോ തോന്നിപ്പോയി. അല്ല, മോനെ പുറത്തൊന്നും കണ്ടില്ലല്ലോ, എവിടെ പോയി? അവന്റെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണത്തിനായിട്ട് വന്നിട്ടുണ്ട്. അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഇതെന്താ സാരികെ, നീ വിചാരിക്കുന്ന ഒന്നും നടക്കുന്ന വേറൊന്നും ആണല്ലോ. ഹായ് വിക്രാന്ത്, ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂമൊക്കെ എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഞാനും അത് ആലോചിക്കുന്നേ. റൂമുകളൊക്കെ എന്താ, എവിടെയാ, എങ്ങനെയാന്നൊക്കെ ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. ഗസ്റ്റുകളുടെ താമസമൊക്കെ ശരിയാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏത് റൂമാണ്, എവിടെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. നീ അവന്റെ പുറകെ നടക്കുമ്പോ അവൻ വേറെ ആരുടെയോ പുറകെ നടക്കുന്നു. ഷട്ട് അപ്പ്. എന്റെ മനസ്സിൽ തീ കത്തുന്ന എത്ര വേദനയുണ്ട്. അതില് നീ പെട്രോൾ ഒഴിക്കണ്ട. ചാരിയത് വാതിലാണോ അതോ മനസ്സാണോ? ഏയ്, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിന്റെ മനസ്സിൽ കയറി പറ്റിയോന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ നിന്റെ പുറകേന്ന് മാറില്ല എന്നുള്ള കാര്യത്തില് ഗ്യാരണ്ടി. ഏയ്, ആരെ കുറിച്ചാ നീ സംസാരിക്കുന്നേ? ഹലോ മാഡം, മാറ്റർ എനിക്ക് തന്നെ മനസ്സിലായി. നിനക്ക് മനസ്സിലായില്ലേ? നീ ഒരു കള്ളി തന്നെ. നീ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണല്ലേ? ഏയ്, ഒന്ന് പോയേ. അത് അങ്ങനെയൊന്നും അല്ല അമ്മു. എന്തുണ്ട് എന്തില്ല എന്നൊക്കെ ഞാൻ കണ്ടതാ മോളെ. എന്താ നീ കണ്ടെന്ന് പറഞ്ഞേ? എന്താ കണ്ടതെന്നോ? അവൻ നിന്നെ ആ കാറിലെ കണ്ണാടിയിലൂടെ ഒളിഞ്ഞു നോക്കിയത് ഞാൻ കണ്ടു.